ബിനോയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, ഈ രണ്ടാം LDF സർക്കാരിൻ്റെ അധികാരത്തിലെത്താൻ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഈ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനമാണോ? നമസ്കാരം കിരണേ. അല്ല, ഒന്നാം പിണറായി വിജയന്റെ കാലത്തും ആരോഗ്യമന്ത്രി അത്ര ക്ലിയർ ഒന്നും അല്ലായിരുന്നു. അവരുടെ അഴിമതി ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. PP കിറ്റ് മേടിച്ചത് അത് പോട്ടെ, അതുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാമത് അവരെ ആരോഗ്യമന്ത്രിയാക്കാതിരുന്നത്. അത് അവരെ പാർട്ടിക്കകത്തും മന്ത്രിസഭയ്ക്കകത്തുമുള്ള കാര്യങ്ങളാണ്. അത് പോട്ടെ, അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്, അത് തെളിയിക്കട്ടെ. ഇപ്പൊ ഞാൻ ആദ്യമായി പറയുന്നത്, നമ്മളുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം. വെറും PR വർക്കിലൂടെ മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇന്നലെയൊക്കെ അവർ ചാനലുകളുടെ മുമ്പിൽ എന്നിട്ട് ചാനലുകാരുടെ അടുത്ത് ആണ് കൊട്ടിക്കയറുന്നത്. ചാനലുകാരെന്തോ ചെയ്തത് കണക്കാണ് അവർ കയറുന്നത്. കിരൺ ഒരു മാധ്യമ പ്രവർത്തകനാ, ചിലപ്പോൾ കിരൺ ഏത് പാർട്ടിക്കാരനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ 2 ദിവസമായി ഇന്നും വീണ ജോർജ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളുടെ നേരെയാണ്. നിങ്ങൾ കണ്ടോ, നിങ്ങൾ കേട്ടോ എന്നൊക്കെയാണ് ചോദിക്കുക. കാണുകയും കേൾക്കുകയും വേണ്ട. കേരള സമൂഹം ഒറ്റക്കെട്ടായി പറയുന്നു, വീണ ജോർജ് ആരോഗ്യമന്ത്രി പരാജയം തന്നെയാണ്. എന്നാൽ ഇന്ന് അവര് പറയാണ് ഈ പ്രതിപക്ഷം ഇത് സ്വകാര്യ ഹോസ്പിറ്റൽ മുതലാളികളോടൊപ്പമാണെന്ന്. അപ്പൊ ഞാനൊരു ചെറിയ കാര്യം പറയാം. അതായത് ഹോസ്പിറ്റൽ ആക്ട് എന്ന് പറഞ്ഞൊരു ബില്ലുണ്ട്. ഇവർ 5 വർഷം ആരോഗ്യമന്ത്രി ആയിരുന്നിട്ടും അത് ഇതുവരെ അവർക്ക് നടപ്പിലാക്കാൻ കഴിയാതെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളോടും സ്വകാര്യ ഹോസ്പിറ്റൽ മുതലാളികളോടും ഇവരാണ് ഒന്നിച്ചു പോകുന്നത്. അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത്. എന്നിട്ട് അവർക്ക് നാണമില്ല. ഇന്ന് വന്ന് പറയാണ് പ്രതിപക്ഷത്തിന് എന്താ റോളുണ്ട് അതിനകത്ത്? ഏതെങ്കിലും സ്വകാര്യ മുതലാളിമാരെ, ഹോസ്പിറ്റൽ മുതലാളിമാരെ പ്രതിപക്ഷത്തിന് സഹായിക്കാൻ പറ്റുമോ? ഒരിക്കലും സഹായിക്കാൻ പറ്റത്തില്ല.